അതുകൊണ്ട് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ വിമർശിക്കാം, പക്ഷേ ഇതൊക്കെ വസ്തുതകളാണ്. കെ രാഗേഷ് പറഞ്ഞത് ന്യൂനപക്ഷ ഏകീകരണം സംഭവിച്ചു, മതം പറഞ്ഞും പള്ളി പറഞ്ഞും വോട്ട് ചെയ്യണമെന്ന പ്രചരണം നടന്നൊക്കെയാണ്. ഒരു വർഗീയ ഏകീകരണം ഉണ്ടായി എന്നുള്ള തരത്തിലാണ്. അതെ, അതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ചിലയിടങ്ങളിൽ മതസ്ഥാപനങ്ങളിൽ SIRൻ്റെ ഭാഗമായി പൗരത്വം നഷ്ടപ്പെടും എന്ന ആശങ്കയുള്ള മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരുടെ വോട്ട് ചേർക്കാനും വോട്ടർ പട്ടികയിൽ പേര് വന്നതിന് ശേഷം നിങ്ങൾ വോട്ട് ചെയ്യാൻ പോയില്ലെങ്കിൽ പൗരത്വം നഷ്ടപ്പെടുമെന്ന് പറയുന്ന ഭീതി ഉണ്ടാക്കിക്കൊണ്ട് UDF അനുകൂലമായി വോട്ട് ചെയ്യിക്കാനും വേണ്ടിയുള്ള പരിശ്രമം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ പരിശ്രമം കാണാതിരിക്കുന്നില്ല. ഓക്കെ, അതിന് പിന്നിൽ UDF ആണെന്ന് തന്നെയാണ് ഈ SIR. അത് സ്വാഭാവികമായും മുസ്ലിം ന്യൂനപക്ഷ ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ ഉദുമ മണ്ഡലം ഉദാഹരണം എടുക്കാം. അവിടെ ഇത്തവണ പോളിങ്ങിൽ അധികമായി വർദ്ധിച്ചത് 16,000 വോട്ടാണ്. വോട്ടർ പട്ടികയിൽ കൂടുതലായി ചേർക്കപ്പെട്ട വോട്ടുകളിലും ഏതാണ്ട് അതിനടുത്ത് വരും SIRന് ശേഷം. അതിൽ മഹാഭൂരിപക്ഷം കണക്കുകൾ നോക്കുന്ന സമയത്ത് കാണുന്നത് ഏതാണ്ട് 70-80% മധ്യേ വോട്ടുകൾ ഞാൻ ഈ പറയുന്ന വിധത്തിൽ പൗരത്വ പേടിയിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതാണ്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക മാത്രമല്ല, പൗരത്വ പേടി ഉയർത്തിക്കൊണ്ട് ആ വോട്ട് ചെയ്യിക്കാനും പരിശ്രമിക്കുകയുണ്ടായി. അതുകൊണ്ട് ചില മണ്ഡലങ്ങൾ എടുത്തു പരിശോധിച്ചാൽ SIR പ്രവർത്തനത്തിലൂടെ പൗരത്വ പ്രശ്നം ചൂണ്ടിക്കാട്ടിച്ചുകൊണ്ട് കൂടുതൽ വോട്ട് ചേർത്തിട്ടുണ്ട്. ആ വോട്ട് ചേർത്തവരൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ടായപ്പോൾ കേരളത്തിൽ SIR ജാഗ്രത പുലർത്തിയത് തെറ്റായി. അങ്ങനെ അതിനർത്ഥമില്ല. SIRൽ അല്ല SIRൽ ജാഗ്രത പുലർത്തിയത് കൊണ്ടല്ല. SIR ആദ്യം ഇവിടെ വന്നതെങ്ങനെയാണ്? നിലവിലുള്ള വോട്ടർ പട്ടികയിൽ ധാരാളം ആളുകളുടെ പേര് വെട്ടിമാറ്റുന്നതാവട്ടെ AST എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടാണ്. ആബ്സെൻ്റ്, ഷിഫ്റ്റഡ്, ഡെത്ത്. ആ ലിസ്റ്റിൻ്റെ അകത്ത് നോക്കുമ്പോൾ അവരവിടെ തന്നെ താമസിക്കുന്നവരാണ്. അവരോട് പിന്നീട് പറഞ്ഞത് എന്താ? ഇലക്ഷൻ കമ്മീഷൻ നിങ്ങൾ പൗരത്വം തെളിയിക്കുന്ന രേഖകൾ കൊണ്ടുവരണം. അത് ഇതിനു മുമ്പ് ഒരിക്കലും ഇല്ലാത്ത ഒന്നാണ്. മാതാപിതാക്കളുടെ ജനന സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ സ്വന്തം പൗരത്വം മാത്രം തെളിയിച്ചാൽ പോരാ, സ്വന്തം ജനന സർട്ടിഫിക്കറ്റ് മാത്രം കൊടുത്താൽ പോരാ, മാതാപിതാക്കളുടേത് കൂടി കൊണ്ടുവരണമെന്നായപ്പോൾ അത് പൗരത്വം തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി. കേരളത്തിൽ യഥാർത്ഥത്തിൽ അത്തരം ഒരു ഇടപെടൽ, അതിനെതിരെ ഉണ്ടായ പ്രതിരോധം, ഇതെല്ലാമാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇടയായത് എന്നുള്ളത് പറയുമ്പോൾ തന്നെ പേര് ചേർക്കുമ്പോൾ ഒരു പ്രചരണം നടത്തി SIR കൊണ്ടുവന്നത് പിണറായി വിജയനാണ് എന്ന്. അത് പച്ചക്കള്ളമായിരുന്നു. യഥാർത്ഥത്തിൽ SIRനെതിരായി ഇന്ത്യയിൽ ആദ്യമായി ഒരു നിയമസഭയിൽ പ്രമേയം കൊണ്ടുവന്നത് ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് കേരളത്തിലായിരുന്നു. പൗരത്വ ഭേദഗതി നിയമം മുസ്ലിങ്ങളുടെ പൗരത്വം നിഷേധിക്കാൻ വേണ്ടിയുള്ളതും മതാടിസ്ഥാനത്തുള്ള പൗരത്വം ലോകത്തൊരിടത്തും ഇല്ലാത്തതുമായതുകൊണ്ടും ഭരണഘടനാ വിരുദ്ധമാണ് എന്നതുകൊണ്ടും അതിനെതിരെ ആദ്യമായി പ്രമേയം പാസാക്കിയത് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിലായിരുന്നു. ഏറ്റവും ഒടുവിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഒരു രേഖയായി കേരളത്തിൽ പിറന്ന എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി ഒരു നിയമം കൊണ്ടുവന്നതും ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്തായിരുന്നു. എന്നാൽ SIR കൊണ്ടുവന്നത് പിണറായി വിജയനാണ് എന്ന പ്രചാരവേല കൂടി നടത്തിക്കൊണ്ടാണ്
ഇടതുപക്ഷത്തിനെതിരായ വോട്ടുകൾ സമാഹരിക്കാൻ പരിശ്രമിച്ചത്. ഈ SIR-ന്റെ സമയത്ത് വോട്ട് ചേർക്കുന്നതിൽ പാർട്ടി സഖാക്കൾക്ക് വേണ്ട ജാഗ്രത കാണിക്കുക. കാരണം മുഴുവനും UDF കേന്ദ്രങ്ങളും ആ പ്രവർത്തനം നടത്തിയത് കൊണ്ടാണ് ഇപ്പോൾ SIR അവർക്ക് ഗുണമായി എന്നാണ് പറയുന്നത്. എവിടെയെങ്കിലും അതിന്റെ ഒരു ജാഗ്രത പുലർത്തുക. അല്ല, എവിടെയെങ്കിലും വോട്ടർ പട്ടികയിൽ ഇടതുപക്ഷ വോട്ടുകൾ ചേർക്കുന്നതിൽ അപാകത പറ്റിയോ എന്നുള്ളത് താഴെ തലത്തിൽ പരിശോധിച്ചാലാണ് മനസ്സിലാവുക. പൊതുവിൽ പാർട്ടി കുടുംബങ്ങളിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന കുടുംബങ്ങളിൽ ഈ AST ലിസ്റ്റിലൂടെ പുറത്തു പോകപ്പെട്ടവരുടെ വോട്ട് അർഹരായവരത് ചേർക്കാൻ ഭഗീരഥ പ്രയത്നം നടത്തിയിട്ടുണ്ട്. എല്ലാ പ്രവർത്തനവും 100% പൂർണ്ണമാവില്ലല്ലോ. അപ്പോൾ എവിടെയെങ്കിലും പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നത് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശോധനയിലൂടെ താഴെ തലത്തിൽ പരിശോധിക്കും. ഈ സിൽവർ ലൈൻ റദ്ദാക്കിയിട്ടുണ്ട് ഇപ്പോൾ സർക്കാർ, UDF സർക്കാർ. UDFൻ്റെ നയം അതാണ്. സിൽവർ ലൈൻ വേണ്ടെന്നാണ് അവരുടെ നയം. അതേ UDF വന്ദേ ഭാരത് വന്നപ്പോൾ സ്വാഗതം ചെയ്തിട്ടുണ്ട്. സിൽവർ ലൈനിൻ്റെ കുറ്റി പൊരിക്കാനുള്ള സമരത്തിൽ പങ്കെടുത്ത തൃക്കാക്കര MLA വന്ദേ ഭാരത് വന്നപ്പോൾ എറണാകുളത്ത് ഏറ്റവും ആദ്യം വണ്ടി കയറിയിട്ടുമുണ്ട്. ഇനി അവർ വയനാട് തുരങ്കപാത പാതി വഴിയിൽ നിർത്തിയിട്ട് പണി റദ്ദാക്കാനുള്ള സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുമോ എന്നാണ് അറിയേണ്ടത്. ഇനി അവർ ദേശീയപാത അവശേഷിക്കുന്നത് പൂർത്തീകരിക്കാൻ അനുവദിക്കാതെ സ്റ്റോപ്പ് മെമ്മോ കേന്ദ്ര സർക്കാരിലേക്ക് കൊടുക്കുമോ എന്നാണ് അറിയാനുള്ളത്.